ഭാരതാംബയെ ചൊല്ലിയുള്ള വിവാദം വിടാതെ ഗവർണറും സർക്കാരും പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിൽ ഭാരതമാതാ സങ്കല്പത്തെ കാണുന്നുവെന്ന് ജന്മഭൂമിയിലെ ലേഖനത്തിൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. BJP പ്രതിഷേധത്തിന് പിന്നിൽ രാജ്ഭവനാണെന്ന ആരോപണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉയർത്തി. പ്രതിഷേധത്തിനിടെയുള്ള സംഘർഷത്തിൽ ഭീഷണിയുമായി മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തു വന്നു. അർജുൻ രാജാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഓരോ ദിവസവും പുതിയ എന്തെങ്കിലും കാര്യം ഈ ഭാരതമാതായെ ചുറ്റിപ്പറ്റി പറഞ്ഞുകൊണ്ട് ഗവർണറും സർക്കാരും തമ്മിൽ ഇടയുന്നു എന്നുള്ളതാണ്. ഇത് കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി നീങ്ങുകയാണ്. ഇതിലൊരു സമവായം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? കൂടുതൽ വിവരങ്ങൾ. രണ്ടു കൂട്ടരും ഉറച്ച നിലപാടിൽ ഇപ്പോഴും തുടരുകയാണ്. ഭാരതാംബ വിവാദത്തിൽ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് രാജ്ഭവനിൽ ഗവർണർ ഇന്ന് ജന്മഭൂമിക്ക് നൽകിയിട്ടുള്ള ലേഖനം. അതിൽ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് പറയുന്നതെങ്കിൽ കൂടിയും ഊന്നുന്നത് ഭാരതാംബയുടെ കാര്യവും RSSന്റെ പശ്ചാത്തലവും ഒക്കെയാണ് ഗവർണർ. അതിലെടുത്തു പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് ഭാരതാംബ സങ്കല്പം കൂടുതൽ തെളിമയോടെ താൻ മനസ്സിലാക്കിയതെന്ന് ഗവർണർ പറയുന്നു. പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിൽ ഭാരതമാതാ സങ്കല്പത്തെ കാണാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഭാരതമാതാവിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹം ഉണ്ടായി എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ഭാരതാംബയെ ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ പിന്തുണച്ചുകൊണ്ട് തന്നിൽ വളരെ സ്വാധീനമുണ്ടാക്കിയെന്ന് അദ്ദേഹം പറയുകയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ RSS പശ്ചാത്തലം കൂടി ഈ ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട്. എടുത്തു പറയുന്ന കാര്യം സ്കൂളിൽ പഠനത്തേക്കാൾ താല്പര്യം തനിക്ക് ശാഖയിൽ പോകാനായിരുന്നു എന്നാണ് ഗവർണർ പറയുന്നത്. ഒപ്പം തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന ആ കാലഘട്ടം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചതെന്ന് ഈ ലേഖനത്തിൽ ഗവർണർ എഴുതുന്നുണ്ട്. ഇപ്പോഴുണ്ടായിട്ടുള്ള വിവാദങ്ങൾ നമുക്കറിയാം. MV ഗോവിന്ദൻ്റെ പരാമർശം RSSുമായി സഹകരണം ഉണ്ടായി എന്ന പരാമർശം, അതുണ്ടാക്കിയ വിവാദങ്ങളൊക്കെ അറിയാം. ആ വിവാദത്തിൽ ഗവർണർ കൂടി ഒരു തരത്തിൽ പങ്കാളിയാകുകയാണെന്ന് പറയേണ്ടി വരും. അതായത് MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പരാമർശം ഗവർണർ നടത്തിയിരിക്കുകയാണ്. ഗോവയിൽ അടിയന്തരാവസ്ഥ കാലത്താണ് ഗവർണർ അറസ്റ്റിലാകപ്പെടുന്നത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുവെന്നാണ് ഗവർണർ ഈ ലേഖനത്തിൽ പറയുന്നത്. അങ്ങനെ തൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, RSSുമായിട്ടുള്ള ബന്ധം, ഭാരതാംബ വിഷയമൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള വിശദീകരിച്ചുകൊണ്ടുള്ള ലേഖനമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ മറുവശത്തും ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലേക്ക് സർക്കാരും അതിൽ നേതൃത്വം നൽകുന്നത് ശരിക്കും വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് പറയേണ്ടി വരും. ഇന്നും അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങൾക്കൊക്കെ പിന്നിൽ രാജ്ഭവനിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശമാണെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ളത്. അവിടെ രാജ്ഭവനിലുള്ള 2 RSS അനുഭാവികളുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഈ പ്രതിഷേധം ഇനിയും തുടരാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം ABVP ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. ഈ ഘട്ടത്തിലൊക്കെ അതിനെ നേരിടാൻ ഇടത് സംഘടനകളൊക്കെ വരുന്നു എന്നുള്ളതാണ് ഒരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ തിരുവനന്തപുരത്തും കോഴിക്കോടുമൊക്കെ കണ്ടതാണ്. അങ്ങനെ തെരുവിലേക്ക് കൂടി ഈ പ്രശ്നങ്ങൾ, ഇതിൻ്റെ സങ്കീർണതയൊക്കെ ആ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അത് ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഗവർണർ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ലേഖനം അതിൻ്റെ സൂചനയായി തന്നെ കാണേണ്ടിയും വരും. അതേ സമയത്ത് സർക്കാരും ഏതെങ്കിലും തരത്തിൽ ഗവർണറുടെ അനുനയ നീക്കം തൽക്കാലം വേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സ്വാതി. ശരി അർജുൻ, ഭാരതാംബയെ ചൊല്ലിയുള്ള വിവാദം ഇവിടെയെങ്ങും തീർന്നില്ല എന്നുള്ളതാണ്. ഗവർണറും സർക്കാരും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. അതിനിടയിൽ ഭീഷണിയുമായി മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട്. ആ വിവരങ്ങളാണ് അർജുൻ നൽകിയത്.